ഹായ് നമസ്കാരം, ഞാൻ സോണിയ അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ, പഴംപൊരിയുടെ റെസിപ്പിയാണ്. ഒത്തിരി കുറേ പേരായിട്ട് ആവശ്യപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് ഇതിട്ടത്. എല്ലാവർക്കും അറിയാവുന്ന, ഒരുവിധമുള്ള എല്ലാവർക്കൊക്കെ അറിയാവുന്നൊരു റെസിപ്പിയാണ്, എങ്കിൽ പോലും കുറച്ച് പേര് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് ആണ് ഈ റെസിപ്പി ഇടുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫുഡ് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയിൽ ഒരു സ്മെല്ല് വരുന്നുണ്ട്, പിന്നെ സോഡാപ്പൊടിയുമായിട്ട് ചേരുമ്പോൾ കളർ ചേഞ്ച് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റൊക്കെ, ഇങ്ങനെയുള്ള പരാതിയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2-2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കാം. പക്ഷേ പഴം നല്ല മധുരമുള്ള പഴമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് ഉപ്പ് ഇച്ചിരി കൂടുതൽ ഇടുന്നതായിരിക്കും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഉപ്പും പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഈ 1 ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഈ പൊടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇടയ്ക്ക് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ മാവുമായിട്ട് കട്ട പിടിച്ച് കിടക്കുമ്പോഴാണ് അത് കടിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരുന്നത്. അത് ഒഴിവാക്കാനായി നമുക്കിങ്ങനെ ഈ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇടയ്ക്കുണ്ടാവില്ല. ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ഇനി ഞാനൊരു 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ ആട്ട വേണ്ട, മൈദ തന്നെ മതി എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് മൈദ ചേർക്കാം. ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് മൈദയുടെ അളവൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1/2 കപ്പ് ആട്ട കൂടി ചേർത്തത്. ഇതിലേക്കൊരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്തു. അരിപ്പൊടി എന്ന് പറയുമ്പോൾ വറുത്ത പൊടി എടുക്കാൻ നോക്കണം. അതായത് പത്തിരിക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കുന്ന പത്തിരിപ്പൊടി, അത് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടിയും സോഡാപ്പൊടിയും കൂടി ചേരുമ്പോഴാണ് കളർ ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായി ഞാനിപ്പോൾ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുള്ള മാവാണ് എൻ്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഞാനതൊരു 2 സ്പൂൺ മാവ് ചേർക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ ബാറ്ററൊന്ന് ചെറുതായിട്ടൊന്ന് പുളിച്ചൊന്ന് സോഫ്റ്റായി കിട്ടണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ അപ്പത്തിൻ്റെ മാവല്ല, ദോശയുടെയോ ഇഡ്ഡലിയുടെ മാവാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതിയാകും. ഇതിലേക്ക് ഇപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ ബാറ്റർ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇത് മിക്സാക്കി എടുക്കുമ്പോൾ ഇതിനകത്ത് കട്ടകളൊട്ടുണ്ടാവാതെ നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുക്കണം. നല്ല തിക്കായി പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാറ്റർ കുറച്ച് തിക്കായി പോയി കഴിഞ്ഞിട്ട് ഇടയ്ക്ക് കട്ടകളൊക്കെ കിടക്കുമ്പോഴാണ് ഇതിൻ്റെ മാവ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്ക് പച്ച മാവുള്ളതുപോലെ തോന്നുന്നത്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത്, അതുപോലെ തന്നെ ഒരുപാടങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് മാവ്. ഇതിൻ്റെ ബാറ്റർ നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ, അതായത് പഴം നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് പിടിച്ചിരുന്നാൽ മതിയാവും. മാവിൽ നന്നായിട്ട് കോട്ടായിട്ടുണ്ടാവണം. മാവിലല്ല, പഴത്തിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ടാവണം ഈ ബാറ്റർ. ഇത് നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ 4-5 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും. കണ്ടോ, ഞാനിപ്പോൾ ഒരു 4 മണിക്കൂറോളം കഴിഞ്ഞെടുത്തപ്പോൾ മാവ് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊന്തി ഒന്ന് ചെറിയൊരു പുളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇത് നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ നന്നായി പഴുത്തെടുത്തിട്ടുള്ള ബനാന എടുക്കുമ്പോൾ, അതായത് നേന്ത്രക്കായ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം എടുക്കാൻ നോക്കണം. പഴുക്കാത്ത ഉള്ളിൽ ഇങ്ങനെ പച്ച വയ്ക്കുന്ന പഴം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ നന്നായിട്ടങ്ങ് ബീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഓരോ പീസസ്, അതായത് ഞാനിപ്പോൾ 3 പഴം ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഇതിനകത്തേക്കൊന്ന് എടുത്ത് ഡിപ്പ് ചെയ്തൊന്ന് മുക്കിയെടുത്തതിന് ശേഷം വേണം നന്നായി ചൂടായിട്ടുള്ള ഓയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓയിൽ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഒരു നാടൻ ടേസ്റ്റും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. ഇതുപോലെ ഓരോന്നും നമുക്ക് ഇതിനകത്തേക്കൊന്ന് മുക്കി വെച്ചിട്ട് നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, വെളിച്ചെണ്ണ വച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പീസസായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മൾ എണ്ണയിലേക്ക് ഇതെടുത്തിടുമ്പോൾ ഈ പഴം എടുത്തിടുമ്പോൾ അതിങ്ങനെ പൊന്തി വരണം, മാവ് നന്നായിട്ടിങ്ങനെ പൊങ്ങി വരണം. അപ്പോഴാണ് നല്ല കറക്റ്റ് പാകത്തിനായിട്ട് ഉള്ള പഴംപൊരി ആകത്തുള്ളൂ. മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പൊള്ളി വരില്ല. കണ്ടോ, ഇങ്ങനെ പൊള്ളി വരുമ്പോൾ ഒരു സൈഡ് പൊള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതിയെ ഇത് ഇങ്ങൊന്ന് തിരിച്ചിട്ടെടുക്കുന്നുണ്ട്. ഒട്ടുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഒരുപാട് പീസസ് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒട്ടുപിടിക്കും. അതുകൊണ്ട് പതിയെ കുറേശ്ശെ ഈ 2 പീസസ് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. കണ്ടോ, ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. ഇതിൽ അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൽ മഞ്ഞൾപ്പൊടിയുടെ സ്മെല്ലോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കൂ. അതുപോലെ നമുക്ക് എല്ലാ പഴത്തിൻ്റെ പീസസും ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, ഒരു ചെറിയ ഒരു ഗോൾഡൻ ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഗോൾഡൻ നിറമായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കായിരിക്കും നല്ല എൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ടാവും. അതിനകത്തുള്ള പഴം നല്ല ഒരു സോഫ്റ്റായിട്ടൊരു പ്രത്യേക ടേസ്റ്റായിട്ട് വരത്തുള്ളൂ. അല്ല പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടെങ്കിൽ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ, ഒരുപാടങ്ങ് തീ കുറച്ച് വയ്ക്കരുത്. വച്ച് കഴിഞ്ഞാൽ എണ്ണ ഒരുപാട് വലിച്ചെടുക്കും. അപ്പോൾ എണ്ണ കുടിക്കാതിരിക്കാൻ ഇതുപോലെ മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ എടുക്കുക. അപ്പോൾ എണ്ണ കുടിക്കില്ല. ഭക്ഷണശാലയിൽ ഒരുപാട് റെസിപ്പീസിൻ്റെ റിക്വസ്റ്റ് വരുന്നുണ്ട്. ഞാൻ കുറച്ച് സ്ലോ ആണ് ഇടാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ റെസിപ്പീസും ഒന്നും തന്നെ ഒഴിവാക്കില്ല. കുറച്ച് താമസിച്ചിട്ടുണ്ടെങ്കിലും എത്തിയിരിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും ഇട്ടിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ്, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പഴംപൊരി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്